സേവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോർമൽ ഒരു ധ്യാൻ ശ്രീനിവാസന്റെ പടം ആലോചിച്ച് വന്ന് അത് എക്സ്പെക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മാസം കണ്ടതിൽ വെച്ച് എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിട്ട് വേണമെങ്കിൽ പറയാം. ഈ മാസം നമ്മൾ കണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈങ്കിളി. ബാക്കിയുള്ളത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ടിക്കറ്റ് എടുക്കുന്നതിന് എന്തെങ്കിലും അർത്ഥം ഒന്നുമില്ല. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ഡൈഹാർഡ് ഫാനാണെങ്കിൽ എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ വന്നത്, ധ്യാൻ ശ്രീനിവാസനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു ഫൺ എലമെൻ്റ് ഒക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു എന്നിട്ടും ധ്യാൻ ശ്രീനിവാസൻ്റെ സ്ക്രീൻ ടൈം കുറച്ച് കുറവാണ്. അപ്പം എൻ്റെ എക്സ്പെക്റ്റേഷന് മീറ്റ് ചെയ്തിട്ടില്ല. അവസാനമാകുമ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട് പടക്കം പൊട്ടിയെന്ന്. ആ ഒരു രീതിയിലാണ് പടം. പിന്നെ ഇൻ്റർവെൽ വരെ കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് കണ്ടില്ല. എവിടെ പോയാലും തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. ക്ലൈമാക്സിൻ്റെ BGM ഒക്കെ എത്തിയപ്പോൾ തിരിഞ്ഞു പോലും നോക്കാതെ ഡോർ തുറന്നിറങ്ങിപ്പോയ ആ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൈസ കൊടുത്ത് വന്ന് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കാണാനുള്ളതില്ല. അല്ലാതെ OTT-ലോ അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസനെ കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ വന്ന് കാണാം. പുള്ളിയുടെ ജീവിതം പോലെ തോന്നി. ലവ് ആക്ഷൻ ഡ്രാമ കണക്കൊന്നുമില്ല. ലവ് ആക്ഷൻ ഡ്രാമ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല കോമഡി വർക്കായ പടമാണ്. പക്ഷെ ഇത് ചളിയായിട്ട് കണ്ട് കൂട്ടുകാരുള്ളതുകൊണ്ട് കമൻ്റ് അടിച്ച് തിരിക്കാന്ന് ഒറ്റയ്ക്ക് വന്നിരുന്ന ഞാൻ ചിലപ്പോൾ തിരിച്ചിറങ്ങത്തില്ലായിരുന്നു, അവിടെ തന്നെ ഇരുന്നു പോയേ. നമ്മൾ അങ്ങനത്തെ ഒരു ഫൺ എലമെൻറ്റ് കാണാൻ വരുന്ന പ്രേക്ഷകനാണെങ്കിൽ അത്രയ്ക്ക് വലിയ ആപ്പല്ല. എന്നാലും നോർമലി ഒരു സിനിമ കാണാൻ വരുന്നവർക്കുള്ള ആപ്പാണ് എന്ന് പറയാം.